അപ്പൊ നിങ്ങൾ സെൻസിബിൾ ആണെന്ന് ഞാൻ പറയില്ല, നിങ്ങൾ സെൻസിറ്റീവ് ആണെന്ന് എനിക്ക് മനസ്സിലായി ഇത്രയും നേരത്തെ നിങ്ങളുടെ സംഭാഷണത്തിൽ നിന്ന്. ഓക്കെ, നിങ്ങൾക്ക് അതാണ് വിചാരം എന്റെ കൊച്ചല്ലേ? ഞാൻ പൊതുജനം എന്നല്ല പറഞ്ഞത്, എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ അല്ല പറയുന്നത്. നിങ്ങളൊരു ആക്ടർ ആണെന്ന് ആഗ്രഹിക്കുന്ന ആളല്ലേ നിങ്ങൾ? സിനിമയിലേക്കോ അല്ലെങ്കിൽ സീരിയലിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓക്കെ ഫൈൻ, ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് പോകാൻ ഒരു നായകനോ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതിനായകനോ ഐ മീൻ വില്ലൻ നായകൻ ഒക്കെ ആയിട്ട് അഭിനയിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, സ്വാഭാവികമായിട്ട് പൊതുജനം കാണുന്ന ഒരു വ്യക്തി, പബ്ലിക്കിന്റെ മുമ്പിൽ അഡ്രസ് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ഒരു സെൻസിറ്റീവ് ആയിട്ടൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അത് വല്ലാതെ ഒളിച്ചോടേണ്ടി വരുമല്ലോ. എന്റെ പ്രശ്നം ഞാൻ പറഞ്ഞു, ADHD ആണ്, കുറച്ച് സംസാരത്തിൽ കുറച്ച് സൗണ്ട് കൂടും. ശരി, ഓക്കെ, നമുക്ക് പോയിന്റിലേക്ക് വരാം. നിങ്ങൾ ഈ പറയുന്ന പോലെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ആര്യൻ എന്നല്ലേ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നിങ്ങൾ മലയാളിയും ആര്യനും ആയതുകൊണ്ട് ചോദിക്കുകയാണ്, മലയാളി ആസ് വെൽ ആസ് ഇന്ത്യൻ ആയതുകൊണ്ട് ചോദിക്കുകയാണ്. ഇന്ത്യൻ, മലയാളി, ആര്യൻ അങ്ങനെ. ഓ, അതിപ്പോ ഞാനല്ലേ തീരുമാനിക്കുന്നത്, നിങ്ങളുടെ രീതിയിലല്ലേ? നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അല്ലല്ലോ ഇവിടെ ഞാൻ ചോദിക്കുന്നത്. നിങ്ങളെ എങ്ങനെ വിശേഷിപ്പിക്കണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. ഞാനാണ് ഇവിടെ ഹോസ്റ്റ്. ഓക്കെ, അപ്പൊ അത് സമ്മതിച്ചല്ലോ. ഓക്കെ, അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. വെളിച്ചെണ്ണ എങ്ങനെ ഉണ്ടാക്കുന്നത്? വെളിച്ചെണ്ണ മീൻസ് കോക്കനട്ട് ഓയിൽ. കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാക്ട് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാലോ. നിങ്ങൾ നാട്ടിലല്ലേ പഠിച്ചത്? ഇവിടെ കൊച്ചിയിൽ തന്നെയാണോ പഠിച്ചത് വളർന്നതൊക്കെ? എന്റെ സ്കൂളിൽ അങ്ങനെ വെളിച്ചെണ്ണ കണ്ടിട്ടുണ്ട്, പക്ഷെ കഴിക്കുന്ന എല്ലാ ആഹാരങ്ങളും കേരളത്തിൽ ജീവിക്കുന്നിടത്തോളം മിക്ക ആഹാരങ്ങളും വെളിച്ചെണ്ണ. തേർഡ്, ഫോർത്ത് ഒരു സ്റ്റാൻഡേർഡിലും എന്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ വെളിച്ചെണ്ണ അങ്ങനെ ഉണ്ടാക്കണം പഠിപ്പിച്ചിട്ടില്ല. ഞാൻ കുക്കിംഗ് അല്ല എടുത്തത് സ്കൂളിൽ. അല്ല, അത് ശരി, കുക്കിംഗ് അറിയാവുന്നവർ മാത്രമാണ് വെളിച്ചെണ്ണ കുറിച്ച് അറിയുന്നത്. എല്ലാ പച്ച മലയാളികൾക്കും അല്ലെങ്കിൽ പോട്ടെ, പച്ച മലയാളം വേണ്ട, സൗത്ത് ഇന്ത്യൻസിന് മാറ്റേ ഇന്ത്യക്കാർക്ക് മുഴുവൻ അറിയാവുന്ന കാര്യമാണ് വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത്. കാരണം ഇന്ത്യയിലുള്ള ഒരു വൃക്ഷമാണല്ലോ, കേരവൃക്ഷമാണ്. ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നത് വളരെ മോശം തന്നെ, വളരെ നാണക്കേടാണ്. കാരണം നിങ്ങളൊരു പ്രൈവറ്റ് 1 കിലോ അരിക്ക് എന്താണ് വില? 1 കിലോ അരിക്ക് എന്താണ് വില? 1 കിലോ അരിക്ക് എന്താണ് വില? ഏതാ റൈസ്? 5 വെറൈറ്റി ഉണ്ടല്ലോ, ബാസ്മതി ഉണ്ട്, ഇതുണ്ട്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ബാസ്മതി അല്ല, നമുക്ക് ഇവിടെ ഉള്ളത് ചാക്കരി, കുത്തരി അങ്ങനെയൊക്കെ പറയുന്നത്. ഇല്ല, ഇവിടെ ബാസ്മതി ഉണ്ട്. ഓക്കെ, ബാസ്മതിക്ക് എത്ര വില? ബാസ്മതിക്ക് എന്തിനാ ഞാൻ പറയുന്നത് നിങ്ങളുടെ വില? ഓ, അത് ശരി. ഉത്തരം കാസർഗോഡില് നമുക്ക് അറിയാത്ത കാര്യങ്ങൾ അറിയില്ലാന്ന് സംഭവിക്കാം. ഞാൻ ചോദിക്കട്ടെ, കാസർഗോഡില് ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, അവിടെ ബീഫിന് എത്ര വില അറിയോ? എല്ലാ മലയാളികൾക്ക് അറിയാം, താമസിക്കുന്ന എല്ലാ മലയാളിസിന് അറിയാതെ. നിങ്ങൾക്ക് അറിയോ? നിങ്ങൾക്ക് മലയാളി ഇത്ര പുച്ഛം? മലയാളത്തിന് ഒരു പുച്ഛമല്ല എനിക്ക്. ഈ കൊച്ചിയിൽ ജീവിച്ചിട്ട് നിങ്ങൾ കൊച്ചി സെറ്റിൽ ആയിട്ട് കൊച്ചിയിൽ പഠിച്ചു വന്നിട്ട് നിങ്ങൾ മലയാളി എന്ന് പറയുമ്പോൾ എന്താ ഒരു പരമ പുച്ഛം? പുച്ഛിക്കാന്ന് പറഞ്ഞല്ലോ, ഐ ലവ് മലയാളീസ്, ഒരു പ്രശ്നമില്ല എനിക്ക് അങ്ങനെ ഇവരായിട്ട്. അതിങ്ങടുത്ത് ദേ എന്നാ വല്ലതും കഴിച്ചോണ്ടിരുന്നു, ഇത് ബ്രെഡ് വല്ലതും കഴിച്ചോണ്ടിരുന്നു. കാരണം നിങ്ങൾക്ക് ഉത്തരവ് അരി എന്താണെന്ന് അറിയില്ല, വെളിച്ചെണ്ണ എന്താണെന്ന് അറിയില്ല, നിങ്ങൾക്ക് ഒന്നും അറിയില്ല. നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? ഒരു ജാമും കൂടി തന്നാ ടേസ്റ്റി ആയിരിക്കും തോന്നുന്നു. അതാണ്, കൊടുക്ക് ജാമോ ബ്രെഡോ ബട്ടറോ ഒക്കെ കൊടുക്ക്. ബട്ടർ മതി, നല്ലത്. ഒരു പ്ലേറ്റ് ഇത്ര സെൻസിബിൾ ഇല്ലാത്ത കട്ട് ചെയ്യാനുള്ള സാധനം ഉണ്ടെങ്കിലും തരണേ. ഇങ്ങനെ മാത്രം ഒരു ഗസ്റ്റിന് ഇങ്ങനെ നിങ്ങള് ബ്രെഡ് മാത്രം തരുമോ? നിങ്ങളുടെ വീട്ടിൽ ഞാൻ ബട്ടറും എല്ലാം ഒരുമിച്ച് തന്നേനെ. ബ്രെഡ് പട്ടിക്ക് തന്നെ പോലെ കഴിച്ചോ എന്ന് പറഞ്ഞാൽ സ്വീറ്റ് ആണല്ലോ അതിന്, ഈ ബ്രെഡ് പോലെ. ഞാൻ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ബ്രെഡ് പോലെ സ്വീറ്റ് ആണെന്നോ? ഓ, അത് ശരി, നല്ല കാര്യം, താങ്ക് യു വെരി മച്ച്, വെൽക്കം. ഓക്കെ, ഞാൻ വേറൊരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഇനി അതിന് മറുപടി ഉണ്ടാവും എനിക്ക് അറിയില്ലെങ്കിൽ ഞാൻ ചോദിച്ചോളൂ. നിങ്ങൾ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നു ലിവിംഗ് ടുഗദർ കൊള്ളാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ലിവിംഗ് ടുഗദർ നല്ലതാണ്, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് 3 മാസം ഒരു പെൺകുട്ടിയെ കൂട്ടത്തിൽ താമസിപ്പിച്ച് നോക്കണം എന്നൊക്കെ പറഞ്ഞു. ഇതെന്താ വല്ല വണ്ടി? ഫിയാൻസി ആണെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ടില്ലല്ലോ, ഫിയാൻസി ആണെങ്കിലും വിവാഹം മാരേജ് കഴിഞ്ഞിട്ടില്ലോ. അല്ല, ഇതെന്നാ ട്രെയിനിങ്? ഞാൻ ചോദിക്കട്ടെ, ഒരു ജോലിക്ക് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ട്രെയിനിങ് ഉണ്ട്, ഒരു മാസം. എവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ? ലിവിംഗ് ടുഗദർ ലീഗൽ ആണ്. എനിക്കറിയാം. എന്താ പ്രൈസ്, റൈസിന് എന്താ പ്രൈസ്, പക്ഷെ ലീഗൽ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന ഈ കാര്യങ്ങൾക്ക് അറിയില്ല. കാര്യങ്ങളൊക്കെ അറിയാം, എന്താണ് വന്നതെന്ന് അറിയാം. 2 ലക്ഷം നിങ്ങൾ ചോദിച്ചേ ലീഗലാണോ? നിങ്ങൾക്ക് ബേസിക്കലി നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ അറിയില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊരു ആക്ടർ ആണ്, നിങ്ങൾ ഇവിടുത്തെ ഗസ്റ്റ് ആണ്, അപ്പൊ നിങ്ങൾ ചോദ്യങ്ങൾക്ക് ആൻസർ ഒരു ആൻസർ എങ്കിലും തന്നുള്ളൂ, ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ആൻസർ തന്നോ? ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്നെ ഡിഫെൻഡ് ചെയ്യുവാണ്. ഇത്ര പേടിത്തുറിയാണോ നിങ്ങള്? ട്രയൽ എടുത്തിട്ട് ഹലോ ഇന്ത്യ അറിയില്ല, ഇങ്ങോട്ട് നോക്കൂ, മുഖത്ത് നോക്കി സംസാരിക്കും. ഓ, വിശപ്പാണോ? ഇതെന്നെ തീറ്റ മത്സരമാണോ ഇത്? കുക്കറി ഷോ ആണോ ഇത്? ഹോട്ട് സീറ്റ് ആണോ? ഞാൻ മാറിപ്പോയോ? വിളിക്ക്. ഹോട്ട് സീറ്റിൽ ബ്രെഡ് തന്നെ എനിക്ക് കഴിക്കണമെന്നുണ്ട്, പക്ഷെ ജാം ഉണ്ടോ? ഇല്ലേ, ഇല്ലല്ലോ. തിരിച്ചു വെച്ചേക്കും. ഇതിനൊരു തീരുമാനം ഉണ്ടാക്ക്, ഈ ബ്രെഡ് കഴിപ്പിനൊരു തീരുമാനം ഉണ്ടാക്ക്. ജാമോ അല്ലെങ്കിൽ കൊടുക്ക്, ഒരു ഗ്യാപ്പ് എടുക്ക.
ഇതിവിടെ കുക്കിംഗ് ഷോ അല്ല നടക്കുന്ന ഒരു ബോധം ഉണ്ടല്ലോ അല്ലേ? പക്ഷെ നിങ്ങൾ ഒരു മിനിറ്റ്, ഈ ബ്രെഡ് എനിക്ക് ആരാ തന്നെ? ഈ ബ്രെഡ് എനിക്ക് ഇപ്പൊ ആരാ തന്നെ? ശരി, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് ലിസൺ ടു മീ. അടുത്ത പോയിന്റിലേക്ക് ഇനി കളിയൊക്കെ മാറി കാര്യത്തിലേക്ക് വരൂ. ഈ വിവാഹ ജീവിതം ട്രയൽ എടുത്തിട്ട് ചെയ്യണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ? വിവാഹ ജീവിതം മീൻ മാരേജ് ലൈഫ് ഒരു ട്രയൽ ആവാം. അതിൽ 3 months കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുമായിട്ട് താമസിച്ചതിന് ശേഷം വിവാഹം കഴിക്കണം എന്ന് അപ്പൊ കല്യാണത്തിന് മുമ്പ് നിങ്ങൾ മീറ്റ് ചെയ്യണമെന്ന് കമ്പൽസറി അല്ലല്ലോ. മീറ്റ് ചെയ്യണേ 3 മാസം, മനസ്സിലായോ? ആ 3 മാസത്തിന്റെ എക്സ്റ്റൻഷൻ ആണ് 1 വർഷം, മനസ്സിലായോ? യു കം ടു നോ യു മീറ്റ് ദ പേഴ്സൺ ബേസിക്കലി, മനസ്സിലായോ? അല്ല, നിങ്ങൾ കേരളത്തിലെ ആൺകുട്ടികളെ ചീത്തയാക്കല്ലേ ചെയ്യുന്നത്? ഇങ്ങനെയുള്ള വൃത്തികേടുകളല്ലേ പറഞ്ഞു കൊടുക്കുന്നത്? കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും വീട്ടുകാർ സമ്മതിക്കോ? മലയാളി പെൺകുട്ടിയാണോ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും ആവാം. ഓക്കെ, എന്തായാലും പെൺകുട്ടിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവരുടെ വീട്ടുകാരോട് നിങ്ങൾ നേരിട്ട് ഇത് പറയുമോ? നിങ്ങൾ നേരിട്ട് പറയുമോ അവരുടെ പാരന്റ്സിനോട്? ഇപ്പൊ നിങ്ങൾ കല്യാണ പെണ്ണ് കാണാൻ ചെന്നു, അല്ലെങ്കിൽ എനിക്ക് ഞങ്ങളുടെ മോള് ഭയങ്കര ഇഷ്ടമാണ്, നമുക്ക് കല്യാണം കഴിക്കണമെന്നുണ്ട്, പക്ഷെ ഒരു 3-4 മാസം എനിക്ക് ഐ വാണ്ട് ടു സ്പെൻഡ് ടൈം വിത്ത് ഹർ ആൻഡ് ഐ വാണ്ട് ടു ഗെറ്റ് ടു നോ യുവർ ഡോട്ടർ മോർ. ഓക്കെ, അപ്പൊ എന്താ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന തിരിച്ചു മറുപടി? ചിലപ്പോൾ പോടാന്ന്, അപ്പൊ ഞാൻ പോകും. തൊലിക്കെട്ടിയാണല്ലേ ഇപ്പൊ പൊട്ടാമസിന്റെ തൊലിക്കെട്ടിയാന്ന് തോന്നുന്നത്. പക്ഷെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ എന്തായാലും കുറെ ട്രൈ ചെയ്യും. 100% ഞാൻ കുറെ ട്രൈ ചെയ്യും. കൂടെ താമസിക്കാൻ, കല്യാണം കഴിക്കാൻ, താമസിക്കാൻ വേണ്ടിയല്ല, കൂടെ വരാൻ, ടു ബി വിത്ത് മീ, ടു ഗെറ്റ് എ ഗുഡ് ലൈഫ്. കല്യാണം കഴിച്ചാ പോരെ? ആണ്, പക്ഷെ എനിക്ക് 3-4 മാസം അവളുടെ കൂടെ നിൽക്കണമെന്നുണ്ട്. അല്ല, ഒരു പെൺകുട്ടിയെ മനസ്സിലാക്കാൻ, അല്ല ഞാൻ ചോദിക്കട്ടെ, ഒരു കേരളത്തിലെ എന്നല്ല ഒരു പെൺകുട്ടിയെ മനസ്സിലാക്കാൻ 3-4 മാസം മതിയോ? 3-4 മാസം എനിക്ക് വേണ്ടി കുറച്ചുകൂടി സാധനങ്ങൾ ക്ലിയർ ആവും, പേഴ്സണൽ എനിക്ക് വേണ്ടി. 3-4 മാസം നിങ്ങൾ കൂട്ടത്തിൽ താമസിപ്പിച്ച് നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾക്ക് പറ്റുന്ന ഒരാളല്ലെന്ന് തോന്നി കഴിഞ്ഞാൽ ആ പെൺകുട്ടി നിങ്ങൾ ഉപേക്ഷിക്കും? ഇല്ല, മ്യൂച്വൽ ആയിട്ട് പോവാണെങ്കിൽ പോകും, പക്ഷെ ഞാൻ എന്റെ എഫേർട്ട് എപ്പോഴും 100% ആയിരിക്കും എന്റെ സൈഡിൽ നിന്ന്. ഓക്കെ, നിങ്ങൾ ഭയങ്കര മാതൃകാ പുരുഷനായിരിക്കും, കുലപുരുഷനായിരിക്കും. ഓക്കെ, അപ്പോ ആ പെൺകുട്ടി നിങ്ങളെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോകും, അല്ലെങ്കിൽ നിങ്ങൾ ആ പെൺകുട്ടിയെ വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ വേണ്ടാന്ന് കുട്ടിയുടെ ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മനസ്സിലായില്ല നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ ഒരുമിച്ച് നിങ്ങളുടെ ഫിയാൻസിൽ അപ്പൊ അച്ഛൻ സമ്മതിക്കുന്നു, അമ്മ സമ്മതിക്കുന്നു, ഓക്കെ, നിങ്ങൾ ആ പെൺകുട്ടി പറയാണ് എനിക്ക് ആ പയ്യനുമായിട്ട് സമ്മതിച്ചു നിൽക്കും. നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് 3 മാസം സ്പെൻഡ് ചെയ്യുന്നു, പരസ്പരം ഗെറ്റ് ടു നോ ഈച്ച് അതർ, അങ്ങനെയൊക്കെ ചെയ്യുന്നു. ബട്ട് ഒരു 3 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ പേസ് മറ്റേ പെൺകുട്ടിയുടെ കാര്യം നമുക്കറിയില്ല, നിങ്ങളാണല്ലോ ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അപ്പൊ നിങ്ങളോട് എനിക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. അല്ല, നിങ്ങൾ പറയുകയാണ് എനിക്ക് ആ പെൺകുട്ടിയെ ചില സ്വഭാവങ്ങൾ, എനിക്ക് ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, സോ ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ് മച്ച്. ഞാൻ ഉദ്ദേശിച്ച പോലെ ഒരാളല്ല. ഞാൻ ആദ്യം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പ്രേമം, ഇഷ്ടം, ലവ് ഒക്കെ തോന്നി. ബട്ട് 3 മാസം ഒരുമിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു 1.5 month കഴിയുമ്പോൾ തന്നെ അപ്പോ നിങ്ങൾ വിവാഹം കഴിക്കും. ലാസ്റ്റിൽ അവൾക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ അവൾ പോട്ടെ, കുഴപ്പമില്ല. ഇതൊക്കെ ഒരു അഭിനയമല്ലേ? ഡാൻസറെ പോലെ അത് സിനിമയിൽ അഭിനയിച്ചാൽ പോലെ ഇവിടെ വന്നിരുന്ന് അഭിനയിക്കുന്ന എന്തിനാണ്? ഞാൻ എവിടെ പോലും പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഇത് നിങ്ങളൊരു ജെന്യുവിനിറ്റി അല്ല, നിങ്ങൾ മൊത്തത്തിൽ അഭിനയമാണ്. ഇല്ല, മൊത്തത്തിൽ അഭിനയമല്ല. യഥാർത്ഥത്തിലുള്ള ആരിനെ കണ്ടെത്തണമെങ്കിൽ എവിടെ വരണം? വീട്ടിൽ വരണോ? അല്ല, വീട്ടിൽ വരേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ വീട്ടിൽ എന്തായാലും വരണ്ട. പിന്നെ എവിടെ വീട്ടിൽ പോയി? അല്ല, നിങ്ങളെ അല്ല, ഓക്കെ, എവിടെ നിന്നാ നിങ്ങൾ യഥാർത്ഥ ആരിനെ കാണാൻ പറ്റും? അത് ഞാൻ പറയില്ല, സീക്രട്ടാ. അത് എന്റെ ടെമ്പിൾ പോലെ ആക്ടിങ്ങിന്റെ. നിങ്ങൾ വീട്ടിൽ വന്നാണ് എന്താണ് കുഴപ്പം? ഇപ്പോൾ നിങ്ങളെ അറിയാൻ വേണ്ടി എന്റെ വീട്ടിൽ ഇപ്പൊ നിങ്ങൾ വരേണ്ട ആവശ്യം. നിങ്ങളുടെ വീട്ടിലോട്ട് ആൾക്കാരെ കേട്ടില്ലേ? ഇല്ല, കേറ്റും. പിന്നെന്താ, അറിയാത്ത ഫസ്റ്റ് ടൈം ഒരു പ്രാവശ്യം മാത്രം മീറ്റ് ചെയ്ത ആൾക്കാരെ കേട്ടില്ല. ഇപ്പൊ എന്നെ പോലെ അറിയാവുന്ന ഒരു ആങ്കറിനെ നിങ്ങൾ കേട്ടില്ലെന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം? അങ്ങനെ പറഞ്ഞ നിങ്ങൾ അറിയില്ലേ എന്നെ? നിങ്ങൾക്ക് അറിയാം. അറിയാന്ന് പറഞ്ഞാൽ എന്താ? അറിയുന്ന എല്ലാവരും നിങ്ങൾ വീട്ടിൽ കയറ്റും. അറിയാവുന്നതല്ല നമ്മൾ വീട്ടിലോട്ട് നമ്മളെ ഒരാളെ ഇപ്പൊ നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരുന്നു, ഞാൻ വീട്ടിൽ കയറ്റില്ലേ? ഞാൻ അങ്ങനെ ഒരാളോട് പറഞ്ഞിട്ടില്ല. ഞാൻ പറയാതെ എന്റെ ഇന്റർവ്യൂവിൽ നിന്നും എന്റെ കഴിവ് കൊണ്ട് ആൾക്കാരെ തിരിച്ചറിഞ്ഞതാണ്. ഞാൻ ഒരാളോട് പറഞ്ഞിട്ട് ഞാൻ ശാരികയാണ്, ഞാൻ മൈൽസ്റ്റോൺ മേക്കേഴ്സ് ആങ്കർ ആണെന്ന് പറയാറില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാൻ ആങ്കറിലാണ് സ്പെഷ്യലൈസേഷൻ ചെയ്തിരിക്കുന്നത്, മനസ്സിലായോ? എനിക്ക് തരുന്ന ജോബ് 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ അതിൽ ഫേക്ക് അല്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ ആക്ച്വലി ജെനുവൻ ആണ്. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ജെനുവൻ ആവുമ്പോഴേ നമ്മൾ ഒരിക്കലും പറയില്ല ഞാൻ ജെനുവൻ ആണ്. അങ്ങനെ പറയുന്ന ആൾക്കാരാണ് ഏറ്റവും വലിയ ഫേക്ക് എന്റെ ഒരു അഭിപ്രായത്തിൽ. ആൾക്കാർ കണ്ടോണ്ടിരിക്കുകയാണല്ലോ. ഞാനങ്ങനെ പറയില്ല. ഐ എം ഗുഡ്, ഐ എം വെരി നൈസ് എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഏറ്റവും വലിയ എന്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും വലിയ. അല്ല, നിങ്ങളിപ്പോ ഇവിടുന്ന് പറയുന്നത് ഞാൻ ഫേക്ക് ആണെന്നാണ് പറയുന്നത്. അല്ല, പിന്നെ പക്ഷെ നിങ്ങളെ പറഞ്ഞ ഞാൻ ഫേക്ക് ആണ്. നിങ്ങൾ പറയുന്നതിന് അഭിനയിക്കാണെന്നാ പറയുന്നത്. പിന്നെ കാണുന്ന എല്ലാ വലിയ വലിയ ആക്ടേഴ്സ് ഫേക്ക് ആണല്ലോ. ഷാരിക പറയുന്നു എല്ലാ ആക്ടേഴ്സും ഫേക്ക് ആണെന്ന്. ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞു നിങ്ങൾ അഭിനയിച്ചാൽ നിങ്ങൾ ഫേക്ക് ആവുന്നു. നിങ്ങൾ അഭിനയിക്കുകയാണെന്നാ പറഞ്ഞത് എന്റെ മുമ്പിൽ വന്നിരുന്നത്.
എന്റെ മുമ്പിൽ വന്നിട്ട് നിങ്ങൾ അഭിനയിക്കാന്ന് പറഞ്ഞു. പറഞ്ഞു. പക്ഷെ ഇപ്പൊ നാളെ ആസിഫ് അലി ഇവിടെ വന്നാൽ സംസാരിച്ചാൽ അഭിനയം ആസിഫിന് വന്നിട്ട് അഭിനയിക്കല്ല. ഹി ഈസ് എ ജെനുവിൻ പേഴ്സൺ ഇൻ ഇന്റർവ്യൂസ്. അങ്ങനെയല്ലേ നടൻ വേണ്ടത്. സയന്റിഫിക്കിനെ കുറിച്ച് നിങ്ങൾ ഇവിടെ ശാസ്ത്രത്തെ കുറിച്ച് പറയണം. മലയാളത്തിൽ സംസാരിക്കും. മലയാളം ഇന്റർവ്യൂ ആണ്. മലയാളത്തിൽ സംസാരിക്കേ. എന്റെ കംഫർട്ടബിൾ ലാംഗ്വേജ് ഞാൻ പറയും. പുറത്താക്കിയോ ഇതൊരു നിങ്ങൾ എന്താണ് ഇങ്ങനെ നിങ്ങൾക്ക് തീരെ മര്യാദയില്ല ഒരു മനുഷ്യന്ന് ഞാൻ പറഞ്ഞാൽ. മലയാളത്തിലും ആൾക്കാർ ഇംഗ്ലീഷ് വേർഡ്സ് യൂസ് ചെയ്യാറുണ്ട്. അത് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് മലയാളം മാത്രം അഭിനയിക്കുന്ന ഒരു ഷോയ്ക്ക് നിങ്ങൾ പെട്ടുപോകല്ലോ. അങ്ങനൊന്നും ഇല്ലല്ലോ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. നിങ്ങൾക്കാ തോന്നുന്നത്.